ഹലോ, എല്ലാ കൂട്ടുകാർക്കും പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി വളരെ നാളുകൾക്ക് ശേഷം ഒരു സ്വാഗതം പറയുന്നു കേട്ടോ. ഒത്തിരി നാളായില്ലേ വീഡിയോ എടുത്തിട്ട്. ഞാൻ ജോഗിങ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി കേട്ടോ. പിന്നെ ഷോർട്സൊക്കെ ഇടാറുണ്ട്, എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കമൻറ്റൊന്നും ഇല്ല, ലൈക്കൊന്നും ഇല്ലേ പോലും, ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിലും ഇടുന്നുണ്ട്, അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ കാണാത്തവരല്ല കേട്ടോ, സോറി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങളിന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുറ്റത്തിറങ്ങിയെന്നൊരു ഇൻട്രോ പറയുന്നത് എന്നാ ചോദിച്ചു, ചുമ്മാ ഇതിലേക്ക് ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. ഇതൊന്ന് ഞങ്ങളുടെ ഉണ്ടമുളക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇഷ്ടം പോലെ ഉണ്ടമുളകുണ്ട്, തോരൻ വെക്കുന്ന മുളക്. പിന്നെ നമ്മുടെ കോവയ്ക്ക, ഇന്ന് കോവയ്ക്കക്കറിയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഉള്ളൂ. ഒന്ന് കുഞ്ഞു വീഡിയോയാണ്. അതായത് നാടൻ കറികൾ, ചെറിയ 2-3 കുഞ്ഞു നാടൻ കറികൾ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ 8 മണി വരെയുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കുഞ്ഞു വീഡിയോയാണ്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങളുടെ വീടും പരിസരവും മഴയൊക്കെ മാറി തുടങ്ങി. ഡിസംബർ ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് മഴ മാറുമല്ലോ, വെള്ളമൊക്കെ പറ്റി തുടങ്ങി. അപ്പം പെരിയാറ്റിലെ വെള്ളമെല്ലാം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു അന്തരീക്ഷം, ഒരു പരിസരം ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്, സമയം പോയി. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ശരി, അനിമോളാണ് വീഡിയോ പിടിക്കുന്നത്, കാരണം എനിക്ക് രണ്ടും കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സമയം പോലെ അനിമോളും വീഡിയോയ്ക്കകത്ത് വരുന്നതാണ്. സമയക്കുറവ് കൊണ്ടാണ് ഇതൊന്നും ഞങ്ങൾ ചെയ്യാതിരുന്നത്, ഉൾപ്പെടുത്താതിരുന്നത്. ഇനി മുതൽ അനിമോൾ ആക്റ്റീവാകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ശരി, അപ്പം നമ്മുടെ ആ കുഞ്ഞു വീഡിയോ എല്ലാവരും ഒന്ന് കാണുക പോയി. ഓക്കേ. അപ്പോൾ ഇന്ന് നമ്മുടെ കറി ഒരു നാടൻ കറിയാട്ടോ, പക്ക നാടൻ കറി. അതായത് പൂവൻ വാഴയുടെ വാഴപ്പിണ്ടിയും വൻപയറും കൂടെ തോരൻ വെച്ചതാണ്. വൻപയർ നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്തു, വാഴപ്പിണ്ടി നന്നായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുത്തു, രണ്ടും കൂടി നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നല്ല തേങ്ങയുടെ അരപ്പും ചേർത്ത് ഒരു സൂപ്പർ തോരൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടും സ്പെഷ്യലായിട്ടും ഉണ്ടാക്കിയേക്കുന്ന കറി. പിന്നെ നമുക്ക് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. ഇതുണ്ട്, ഈ കുഞ്ഞൻ പപ്പടത്തെ പൊരിച്ചെടുത്തിട്ട് വേണം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. പിന്നെ ഒരു മുട്ട പൊരിക്കണം. ഇതൊക്കെയാണ് രാവിലെ തിരക്കിനിടയിൽ പെട്ടെന്നുണ്ടാക്കുന്ന കറികൾ. അതിനിടയ്ക്ക് കട്ടൻ ചായ കുടിക്കണം. കണ്ടോ, കുറച്ച് വെണ്ടയ്ക്ക ഇടുന്നതാണ്. കുറച്ച് വെണ്ടയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ അത് വാടി പോകുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ചാറ് വയ്ക്കാം. അപ്പം അതിൻ്റെ ഒരു സമയക്കുറവ് കൊണ്ട് നമ്മളതിനെ മെഴുക്കുവരട്ടിയാക്കുന്നു. അത് ഒറ്റയ്ക്ക് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കോവയ്ക്കയും കൂടെ ചേർത്ത് ഒരു മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ചു കേട്ടോ. കുഞ്ഞൻ പപ്പടത്തി എല്ലാം പൊരിച്ച് വെച്ചു. അപ്പോൾ ഇതാണ് മറ്റൊരു കറി. ഇതുണ്ട്, മിക്സറായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയായിട്ടോ ഇത്. അതായത് വെണ്ടയ്ക്ക ആദ്യം തന്നെ വഴറ്റി അതിൻ്റെ ഞോളയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കോവയ്ക്ക അതിനകത്ത് ഇട്ടു. കോവയ്ക്കുണ്ട്, ചെറിയുള്ളിയുണ്ട്, 2-3 പച്ചമുളക് എരിവില്ലാതെ. ഇതിനകത്ത് ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെണ്ടയ്ക്കയും കൂടെ ഉള്ളത് കൊണ്ട് ഒരു നുള്ള മസാലപ്പൊടിയാണ് കേട്ടോ, ഒരു മസാല. ഒരു ടേസ്റ്റ് വ്യത്യാസം വരും, ഒരു നുള്ള, ഒരു മണം, ഒരു പയ്യൊരു രുചി ഒക്കെ വരാൻ വേണ്ടിയിട്ട്. ഈ വെണ്ടയ്ക്ക ചേർക്കുമ്പം ഒരല്പം മസാല ചേർത്ത് നല്ലൊരു രുചി വരുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക, കോവയ്ക്ക, ചെറിയുള്ളി, പച്ചമുളക്, ഇത്ര സാധനമുള്ളത് ഇതുകൊണ്ടൊരു ചെറിയ മെഴുക്കുവരട്ടി. ഇതൊക്കെയാണ് രാവിലെ തിരക്കിനിടയിൽ അനുമോൾക്ക് ചോറുംപൊടി കെട്ടണം, മോന് ചോറുംപൊടി കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന കറികളൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിനകത്തെ കറികൾ. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കണം. കുഞ്ഞൻ പപ്പടത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി ദിവസമായി കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ, കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്നിപ്പോൾ രാവിലെ തോന്നി ഇന്ന് നമ്മുടെ കുഞ്ഞ് അടുക്കളയിൽ കുഞ്ഞു വിശേഷങ്ങളൊന്ന് കാണിക്കാറില്ല കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കട്ടൻ ചായ ഞാൻ 2 ഗ്ലാസ് ഊറ്റി കൊടുത്ത് കേട്ടോ. ഇനി കുടിക്കാൻ പറ്റുകയില്ല, മധുരമൊന്നും ഇല്ലാതെ വേണം കുടിക്കാൻ രാവിലത്തെ ചായ, കട്ടൻ വെള്ളം. വാഴപ്പിണ്ടി അപ്പോൾ റെഡിയായിരിക്കുക കേട്ടോ. ഇതുണ്ടോ, ഇടിത്തോരൻ നല്ല സൂപ്പർ തോരനാണ്, ഔഷധ ഗുണമുള്ളതാണ്. വാഴപ്പിണ്ടി കറി ഏത് രീതിയിൽ വെച്ചാലും, തോരൻ വെച്ചാലും ചാറ് വെച്ചാലും
നല്ല നെയ്യുള്ള മത്തി, തുലാമാസത്തിൽ വരുന്ന മത്തി ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല നെയ്യുണ്ട്. അങ്ങനെ നെയ്യുള്ള മത്തി വാഴപ്പിണ്ടിയും ചാറ് വെക്കണം, തേങ്ങയൊക്കെ അരച്ച്. സൂപ്പർ ടേസ്റ്റാണ്, വെച്ച് നോക്കണേ ആർക്കെങ്കിലും. അയ്യേന്നൊന്നും പറയണ്ട, നല്ല ഒന്നാന്തര കറിയാണ്. അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് തട്ടി ഇളക്കി പൊത്തി വാടി 3/4 വേവിനിരിക്കുകയാണ്. ഇനി നമ്മളതിനകത്ത് ഇത് കണ്ട് വീട്ടിനുള്ള മസാലപ്പൊടി ഇട്ടിരിക്കുന്നതാണ്. ഇനി ഇത് ഇളക്കാതെ ഇങ്ങനെ ഇരുന്ന് ആവിയിൽ വെന്ത് കഴിയുമ്പോൾ നമുക്കതിനെ ഇളക്കി നന്നായിട്ട് 1 മിനിറ്റ് നന്നായിട്ട് തീ കൊടുത്ത് അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ എടുക്കാം. അപ്പോൾ 1 മിനിറ്റ് അങ്ങനെ ഇരുന്നൊന്ന് വേഗട്ടെ. അപ്പം നമുക്കൊരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പാനൊക്കെ ചൂടായി, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്, നല്ല ചൂടിലിരിക്കുകയാണ്. അപ്പോൾ അതേ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിന് ശേഷം പച്ചമുളകും കാന്താരിമുളകും ഉള്ളിയും കൂടെ ഇടികല്ലിൽ ഇടിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ച് വാങ്ങാറാകുമ്പോൾ അല്പം കുരുമുളക് പൊടിയും കൂടെ അതിന് മേളിൽ തൂളി കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കാന്താരി ഉള്ളിയും ചേർത്തുള്ള മുട്ട പൊരിച്ചത്. അപ്പം ദോശക്കല്ല് പാൻ നന്നായിട്ട് ചൂടായി കേട്ടോ. മുട്ട ശരിക്കും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, കാന്താരി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഉപ്പും കാന്താരി ഉള്ളിയും കൂടെയാണ് ചതച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി അല്പം കുരുമുളക് പൊടി, അതായത് മുട്ട പകുതി വെന്ത് 1 വശം വെന്ത് കഴിയുമ്പോൾ അവിടെ ഇച്ചിരി കുരുമുളക് തൂളി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിന്നിട്ട് ഒഴിക്കാം ഇതിനകത്തേക്ക്. ആദ്യമേ നല്ല തീ കൊടുക്കണം. അത് കഴിഞ്ഞ് തീ ചെറുതാക്കി ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് കിട്ടും. അല്പം കുരുമുളക് പൊടി ഇതിൻ്റെ പുറത്തേക്ക് കുരുമുളക് പൊടി തൂളി കൊടുക്കണം. തീയുടെ ചൂടനുസരിച്ച് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം. ഉണ്ടോ, അപ്പോൾ എല്ലാ വശവും ഒരുപോലെ വെന്ത് കിട്ടുമേ. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നന്നായിട്ട് തീ കിട്ടട്ടെന്ന് ഓർത്താണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുക്കണം. അപ്പോൾ ഈ വേകാത്ത ഭാഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടന്ന് എല്ലായിടത്തും ഒരുപോലെ സെറ്റായിക്കോളും. അപ്പം നമുക്ക് കുരുമുളക് പൊടി ഈ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിടാം കേട്ടോ. അല്പം കുരുമുളക് പൊടി തുള്ളി കൊടുക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ അതായത് മുളക് ഉണങ്ങി വെച്ചിട്ട് കുരുമുളക് ഉണങ്ങി വെച്ചിട്ട് പിന്നെ അതെടുത്ത് കഴുകി നന്നായിട്ട് ഉണങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ മിക്സി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാട്ടോ ഇത്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പൊടി. അപ്പം നമ്മുടെ മുട്ട മറിച്ചിട്ടു കേട്ടോ, മുട്ട പൊരിച്ചത്. ഈ ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ടുള്ള അഭ്യാസം നടക്കില്ലാത്തതുകൊണ്ട് ഫോൺ ഓഫാക്കി നിലത്ത് വെച്ചിട്ടാണ് ഇത് മറിച്ചിട്ടത്. ഇനി ഇത് നമുക്കത് പ്ലേറ്റിലേക്ക് എടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേതെ ഒന്ന് ഒഴിച്ചിട്ട് പ്ലേറ്റിലേക്ക് നമുക്കെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുട്ട പൊരിച്ചത് പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. കണ്ടോ, ഇതെല്ലാം കുരുമുളകാണേ. കുരുമുളക് ഒത്തിരി തീ കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളക് കരിയുകയും ചെയ്യും, കയ്പും ഉണ്ടാവും. അപ്പം നല്ല ടേസ്റ്റാണേ. അല്പം ചൂടിന് മുട്ട നന്നായിട്ട് വെന്തു, ഉള്ളിയും പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടു നമ്മൾ വാങ്ങിയെടുത്തു. നല്ല സൂപ്പറായേ. ഇതുണ്ടോ, ഞാൻ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതിലൊരു ഭാഗം ഇലപ്പൊതി കെട്ടുമ്പോൾ വയ്ക്കണം, ഒരു ഭാഗം പാത്രത്തിനകത്ത് ചോറ് പാത്രത്തിനകത്ത് പൊതിയാക്കുമ്പോൾ വയ്ക്കണം. അങ്ങനെ 2 പൊതി രാവിലെ ഉണ്ടാക്കാനാണ് ഈ കറികളൊക്കെ ഉണ്ടാക്കിയത്. ഇതുണ്ട്, ഈ ഉള്ളിയും മുളകും ബാലൻസ് ഉള്ളതിനകത്ത് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചോറിന് ഒരു സൈഡായിട്ട് തൊട്ട് കൂട്ടാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു കറിയാണ്. അപ്പോൾ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മുടെ വാഴപ്പിണ്ടിയും പയറും തോരൻ വെച്ചത്, കോവയ്ക്ക വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചത്, പിന്നെ
മുട്ടത്തോരൻ ഉണ്ടാക്കിയത്, പിന്നെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്, മുളകൊക്കെ പൊട്ടിച്ചതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലെയുള്ള 8 മണി വരെ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ 8 മണി വരെയുള്ള ചോറ് അപ്പുറം അടുപ്പിൽ വെച്ച് വാർത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. 8 മണി വരെ ഉള്ളതാണ്. 8 എല്ലാവരും പൊതിയൊക്കെ കെട്ടി പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് രാവിലെ തന്നെ ഒരൊറ്റ വിടിയിലാണ് എല്ലാവരും. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് വരുന്നവരുണ്ട്. പിന്നെ വൈകിട്ട് അനിമോളാണെങ്കിൽ വൈകിട്ട് 6 മണിയാവും വീട്ടിൽ കയറി വരുമ്പോൾ. 5 മണിക്ക് പോകുന്ന 1 മണിക്കൂറുണ്ട് യാത്ര. അങ്ങനെ 6 ആവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം. എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരണേ. അപ്പോൾ രാവിലെ ഓക്കെ. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഉച്ചയ്ക്ക് വീട്ടിലെത്തിയിട്ട് 2 മീനും കൂടെ വറുത്തു. അപ്പോൾ രാവിലെ മീൻ വറക്കാനുള്ള സമയം പറഞ്ഞുകൊണ്ട് 2 അയല മീനെടുത്ത് 3 അയല മീനെടുത്ത് വരഞ്ഞ് എല്ലാ കൂട്ടും മസാലകൾ തിരുമ്മി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാല, ശകലം പിന്നെ കായപ്പൊടി, അങ്ങനെയുള്ള എല്ലാ സൈസ് പൊടികളും കൂടെ അല്പം തിരുമ്മി വെച്ച് ലാസ്റ്റായപ്പം ഇത് വാങ്ങാൻ നേരത്ത് ഓഫ് ചെയ്ത് വാങ്ങി കഴിഞ്ഞപ്പോൾ ലേശം കുരുമുളക് പൊടിയും കൂടെ തൂളി ഇട്ടു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി ഒരു മീൻ വറുത്തതാണ് അയില മീൻ. പിന്നെ മോര് കാച്ചി, ഒരു ചാറുകറി വേണമല്ലോ. പൊതി കെട്ടാനാകുമ്പോൾ തോരൻ മതി. ഉച്ചയ്ക്കാകുമ്പോൾ ഇച്ചിരി ചാറുകറി വേണ്ടേ, അതുകൊണ്ട് ചാറുകറി എടുത്തു. ചാറുകറി എടുത്തതല്ല, തൈര് ഞാൻ ചാറാക്കി വെച്ചു, കാച്ചി ചോറും വിളപ്പിച്ചു കേട്ടോ. അപ്പം ഇനി ഞാനും പപ്പയും കൂടെയാണ് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് കടയിൽ നിന്ന് വന്നതേ. അപ്പോൾ പപ്പയ്ക്കുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ. 3:30 ആകുമ്പോൾ വീണ്ടും കടയിൽ പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഉച്ചയ്ക്കെടുത്ത വീഡിയോയും കൂടി രാവിലെ എടുത്തതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താട്ടോ വിട്ടതേ. അപ്പോൾ ഇത് ലാസ്റ്റ് എടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ വിഭവങ്ങൾ കേട്ടോ. രാവിലെ പൊതികെട്ടാനുണ്ടാക്കിയ കറിയും ഇനി ഉച്ചയ്ക്കുണ്ടാക്കിയ മോര് കാച്ചിയതും അയില വറുത്തതും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ.